ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ കുറച്ച് കാലത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ഏതാണ്? പാലക്കാട് ജില്ല LDCയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിരിക്കുകയാണ്. അതായത് കുറച്ച് മെസ്സേജുകളൊക്കെ വന്നു, ബാക്കി വരാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നു. അതിനുശേഷം ഇതാ വീണ്ടും പാലക്കാട് ജില്ലാ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിരിക്കുകയാണ്. എത്രയാണ് ഇതുവരെ വന്ന കട്ട് ഓഫ് പ്രകാരം ഉള്ള എന്ന് നമുക്ക് നോക്കാം. അതുപോലെ നിലവിൽ എത്രയാണ് നിയമന നില, ആ നിലവിലെ ലിസ്റ്റിന്റെ കട്ട് ഓഫ്, എത്ര പേർ ലിസ്റ്റിൽ ഉൾപ്പെട്ടു, പുതിയ ലിസ്റ്റ് എന്നു വരും എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പാലക്കാട് ജില്ലയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പരീക്ഷ എഴുതിയ ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ടൊന്ന് പരിശോധിച്ച് നോക്കുക. ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ഇപ്പോൾ വരുത്ത് ഭയങ്കര കുറവാണ്, വരുന്നില്ല എന്ന് തന്നെ പറയാം. നമ്മുടെ പ്രൊഫൈൽ വഴിയാണ് എല്ലാം. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി നോക്കുക, നിങ്ങൾക്ക് ഇത്തരത്തിലൊരു മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നിലവിലെ നിയമന നിലയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് കട്ട് ഓഫ് ഒന്ന് പറയാം. അതായത് നിലവിൽ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് 63.33 കട്ട് ഓഫ് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. 63.33. ഇതിന് മുകളിൽ ഉൾപ്പെട്ട ആളുകൾക്ക് മെസ്സേജ് വന്നെന്ന് കേട്ടു. ചിലതിൽ 65+ എന്നാൽ 65 പറഞ്ഞു. പക്ഷെ 63.33 വന്നവർക്കും വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു റേഞ്ചിനുള്ളിൽ, ഈ രണ്ടിന്റെയും റേഞ്ചിനുള്ളിൽ തന്നെ കട്ട് ഓഫ് ഉണ്ടാവും എന്ന് ഉറപ്പാണ്. ഇതിന് മുകളിലുള്ള മാർക്കുള്ളവരൊക്കെ എന്താണ്, അവർക്കൊക്കെ മെസ്സേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വന്നിട്ടുണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് പരിശോധിച്ച് നോക്കുക. ഇനി പാലക്കാട് ജില്ലയുടെ നിലവിലെ നിയമന നില നോക്കിയാൽ ഇതാ 1/8/2022 ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത്. ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന 1/8/2022 ഇതുവരെ 682 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇതുവരെ 682 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അവസാനമായി 11/12/2024 അഡ്വൈസ് പോയിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, 1/8/2022 ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നത്. 1/8/2023 1 വർഷമായി. 1/8/2024 2 വർഷം. 1/8/2024 3 വർഷമാകും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, 31/7/2024 അർദ്ധരാത്രിയോടുകൂടി ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയും. അതായത് 31/7/2025 അർദ്ധരാത്രിയിൽ എന്താണ് ഈ ഒരു LDCയുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയും. പകരം 1/8/2025 പുതിയ ലിസ്റ്റ് വരികയും ചെയ്യും. ഒന്നുകിൽ അന്ന് അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ എന്താണ് പുതിയ ലിസ്റ്റ് വരികയും ചെയ്യും. ഇങ്ങനെയാണ് ഇതിന്റെ രീതി എന്ന് പറയുന്നത്. ഇതുവരെ 682 പേർക്കാണ് അഡ്വൈസ് കിട്ടിയിരിക്കുന്നത്. ഓപ്പൺ കാറ്റഗറി വിഭാഗത്തിൽ 435 റാങ്കുകാരന് അഡ്വൈസ് പോയി. ഈഴവയിൽ 436 വ്യക്തി. SSCയിൽ സപ്ലിയിലുള്ള 13 റാങ്കുകാരന് പോയിട്ടുണ്ട്. ST സപ്ലിയിൽ 12 ആള്. അതുപോലെ മുസ്ലിമിൽ 652 വ്യക്തിക്ക് അഡ്വൈസ് പോയി. LCI സപ്ലിയിൽ 1 നിൽക്കുന്ന ആൾക്ക് പോയിട്ടുണ്ട്. OBC 430 അത് ഓപ്പൺ ടേണിലാണ് പോയിരിക്കുന്നത്. വിശ്വകർമ്മ 475 റാങ്കുള്ള വ്യക്തി. SIUC നാടാർ 946 റാങ്കുള്ള വ്യക്തി. ഹിന്ദു നാടാർ 750 റാങ്കുള്ള വ്യക്തി. SSC സപ്ലിയിൽ 4 ആള്. ധീവര സപ്ലിയിൽ 1 ആള്. ബൈ ട്രാൻസ്ഫർ 157 അതുപോലെ LV 6 വ്യക്തി. HI 7, LDCP 6 എന്നിങ്ങനെയാണ് ഇതുവരെയുള്ള നിയമന നില, അഡ്വൈസിന്റെ നിയമന നില എന്ന് പറയുന്നത്. ഓക്കെ, ആകെ 682 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചിരിക്കുന്നത്. 682 പേർക്ക്. നോക്കാം, കഴിഞ്ഞ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 207/2019 ആയിരുന്നു. 207/2019. അന്നത്തെ സാലറി സ്കെയിൽ 19 മുതൽ 43,600 വരെയാണ് എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ പരീക്ഷ OMR പരീക്ഷ നടന്നപ്പോഴാണ് 20/11/2021 20/11/2021 പരീക്ഷ നടന്നു. 1/8/2022 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്തു. അന്നത്തെ കട്ട് ഓഫ് 54 മാർക്കായിരുന്നു. 54 ഇന്നത് 63.33 മുതൽ അങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കുക. 63.33 ഇപ്പോൾ നിലവിലുള്ള കട്ട് ഓഫ് റേഞ്ച് എന്ന്. ഏകദേശം 9 മാർക്കിന് മുകളിൽ എന്താണ്
കട്ട് ഓഫ് കൂടിയിട്ടുണ്ട്, 9 മാർക്കിന് മുകളിൽ കൂടിയിട്ടുണ്ട്. അന്ന് 959 പേരെയാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. സപ്ലിയിൽ 927 പേരെയും സപ്ലിമെന്ററിയിൽ 927 പേരെയുമാണ് അന്ന് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. മെയിൻ ലിസ്റ്റിൽ 959 പേരായിരുന്നു. ഇത്തവണ നമുക്ക് നോക്കാം, ഇതുവരെ 682 അഡ്വൈസ് പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇതേ അടിസ്ഥാനത്തിൽ തന്നെ, അതായത് 800-നും ഈ 950-നും ഇടയിൽ ആളുകളെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയേക്കും. അതായത് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മാസങ്ങൾ കൂടിയുണ്ട്, ഒരു 700 സംതിങ് ഒക്കെ പോകും. അങ്ങനെ വന്നാൽ 800-നും 950-നും ഇടയിലേക്ക് തന്നെ വീണ്ടും എന്താണ് ആളുകളെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയേക്കാം. ഈ 959 അങ്ങോട്ടൊന്നും പോവില്ല, 800-നും 950-നും ഇടയിലാവാനാണ് കൂടുതൽ സാധ്യത എന്ന് പറയുന്നത്. കാരണം ലിസ്റ്റിൽ ആളുകളെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഏകദേശം 650, 700, 750 അടുത്തോളം നിയമനം പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പോകുന്ന ആ ഇടത്ത് 682 ഒരു നമുക്ക് ഓരോരുത്തരുടെ പ്രവർത്തന ഫലമായിട്ടായിരിക്കും റിട്ടയർമെന്റ് വേക്കൻസി ഒക്കെ വരാനുണ്ട്. അപ്പോൾ റിട്ടയർമെന്റ് വേക്കൻസി ഒക്കെ കണക്കാക്കി ചിലപ്പോൾ 800-ന് മുകളിൽ പോയാലും ഈ ഒരു റേഞ്ച് 800, 950 റേഞ്ചിൽ തന്നെ എന്താണ് അടുത്ത മെയിൻ ലിസ്റ്റിൽ ആളുകളെ ഉൾപ്പെടുത്തിയേക്കുമെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു രീതിയിൽ തന്നെ ആളുകളെ അവിടെ ഉൾപ്പെടുത്തും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ നമ്മൾ നിയമന നില നമ്മൾ മനസ്സിലാക്കി നന്നായി പ്രവർത്തിച്ചാൽ ഇനിയും നിയമനം കൂടാനുള്ള സാധ്യതകളുണ്ട് പാലക്കാട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള നിയമനം ഈ ഒരു ലിസ്റ്റിൽ കിട്ടിയ അത്രത്തോളം ആളുകളെ അടുത്ത ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടേക്കാം. ഏകദേശം ആളുകളെ ഉൾപ്പെടുത്തേണ്ട കണക്കൊക്കെ എടുത്തിട്ടുണ്ടാകും. കാരണം ഏകദേശം ഷോർട്ട് ലിസ്റ്റ് ഒക്കെ പുറപ്പെടുവിക്കാനുള്ള സമയമായി. ഈ ഒരു മാസം അവസാനത്തോടു കൂടി ഷോർട്ട് ലിസ്റ്റുകൾ വന്നു തുടങ്ങുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഫെബ്രുവരിയോടുകൂടി നമുക്ക് ഷോർട്ട് ലിസ്റ്റുകൾ വന്നു തുടങ്ങും. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനിയും കുറച്ചധികം ജില്ലകൾ വരാനുണ്ട്. ആലപ്പുഴ അടക്കമുള്ള പല ജില്ലകളിലെയും ഇത് വരാനുണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയാൽ കണ്ണൂർ, കാസർഗോഡ് ആ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജുകൾ വരാനുണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ പടിപടിയായിട്ട് എന്താണ് ഷോർട്ട് ലിസ്റ്റുകൾ വന്നു തുടങ്ങും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പാലക്കാട് ജില്ലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ 10th പ്രിലിംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അതിന്റെ മെയിൻസ് എക്സാം നടക്കാൻ വേണ്ടി പോകുന്നു, ഡിഗ്രി ലെവൽ പ്രിലിംസ് നടക്കാൻ വേണ്ടി പോകുന്നു, അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷ നടക്കുന്നു, പലതരത്തിലുള്ള 2025-ലെ 10th പ്രിലിംസ് ഈ വർഷം അവസാനത്തോടുകൂടി നടക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ പരീക്ഷകൾ വരാൻ വേണ്ടി പോവുകയാണ്. അത്തരം പരീക്ഷകൾക്കുള്ള ക്ലാസ്സുകളും ഫ്രീ ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ PDF നോട്ടുകളൊക്കെ ലഭിക്കാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ക്ലാസ്സുകളൊക്കെ അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഇൻഫർമേഷൻ, ഏറ്റവും പുതിയ PSU അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതാണ്. അതിന് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് കൂടെ കൊടുക്കുക. പിന്നെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരത്തിലുള്ള പരീക്ഷകൾ എഴുതുന്ന ആളുകളാണെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.